രണ്ട് കാര്യങ്ങളിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമുണ്ട്. ഒന്ന്, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മത്സരം കഴിഞ്ഞാൽ വനവാസത്തിന് പോകണമെന്ന് പറയുന്നതല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് മാത്രമല്ല, ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു അങ്ങനെ തോറ്റിട്ടല്ലേ കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വന്നത്. 9 MLA-മാരുടെ പിന്തുണയോടുകൂടി കേരളത്തിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുത്തൊരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേര് ലീഡർ കെ കരുണാകരൻ എന്നാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ ചരിത്രം. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞതിനകത്തൊരു രാഷ്ട്രീയ അഭംഗിയുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിൽക്കുമ്പോൾ പറയുന്നത് പോലെയല്ല, 10 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതൊരു ആത്മവിശ്വാസ പ്രകടനം, ആത്മവിശ്വാസമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ശരി, അതിന് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, പരാജയം ഞാൻ ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ അവിടെ നിർത്താമായിരുന്നു എന്ന് മാത്രമാണ് എന്റെ അഭിപ്രായം. ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് ചാനലിന്റെ അഭിപ്രായമല്ല. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥികളെ വെല്ലുവിളിച്ചിട്ട് അതിനകത്ത് ബെറ്റ് വയ്ക്കുന്ന രീതി ശരിയല്ല. ഇപ്പോൾ ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ വിജയിക്കുകയാണെങ്കിൽ PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ അവിടെ തെളിഞ്ഞു എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതിന് ബെറ്റ് വെച്ച് വെല്ലുവിളിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം. PV അൻവർ ഇന്ന് DJ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. DJ പാർട്ടിയോ? പിന്നെ അത് മാത്രല്ല ലഡു പായസം ഇതൊക്കെ നേരത്തെ ലീഗ് ബിരിയാണി, ലാസിക് ഡോള്, വലിയ പന്തല്, എല്ലാ ഫെസിലിറ്റി ആയിട്ടാ ലീഗ് പോകുന്നത്. അല്ല, ലീഗിന്റെ കാര്യത്തിൽ അതിന് മനസ്സിലാക്കാം, അത് തർക്കമില്ല. പക്ഷേ PV അൻവർ പായസം KPCC ആസ്ഥാനത്ത് പന്തല് കെട്ടുന്നുണ്ട്. KPCC ആസ്ഥാനത്ത് പന്തല് അല്ല, അത് എല്ലാ പന്തലും തടഞ്ഞു കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഒരു പന്തലും ഇല്ലാതെ 2-3 നേതാക്കൾ മാത്രമുള്ള പാർട്ടി ആസ്ഥാനം ഉണ്ട്. ആ ഇട്ടിരിക്കുന്ന പന്തൽ ആഘോഷത്തിന് വേണ്ടിയുള്ളതാണോ അടിയന്തരത്തിന് വേണ്ടിയുള്ളതാണോ? അല്ല, വേണ്ടി വന്നാൽ ആഘോഷത്തിലേക്ക് പോകും. അവിടെ തണലത്തിരുന്ന് വോട്ടിംഗ് അല്ല വിധി അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, അതൊക്കെ അങ്ങനെ പറയാം. റിസൾട്ട് വരുന്ന സമയം വരെ അങ്ങനെ പറയാം. അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ പാർട്ടി ഓഫീസല്ലേ, ബഹുതല കെട്ടിടമൊന്നും ഇല്ലല്ലോ. ബഹുതല കെട്ടിടം ഒന്നും ഇല്ലെങ്കിലും ആ പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർ ആ ബഹുതല കെട്ടിടത്തിലേക്ക് ഇലക്ഷൻ ഫണ്ട് വാങ്ങിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴിയൊന്നും അല്ല, സാധാരണ മനുഷ്യർ കൊടുത്ത പണമാണ്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച പാർട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. പന്തലെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, അതവിടെ നിൽക്കട്ടെ. മുമ്പ് പടുന്ന കെട്ടിടമാണ് അദാനിയുമായി ഫ്രണ്ടിനെ അങ്ങോട്ട് കേട്ടിട്ടില്ല. പക്ഷേ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ചാർട്ടർ ഫ്ലൈറ്റ് എടുത്ത് പോയത് എന്നുള്ളതൊക്കെ ഇനി വരാൻ പോകുന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റ് നേരത്തെ ലാൻഡ് ചെയ്തതാണ്, അരമണിക്കൂർ ഇടവേളയിലുണ്ടാവും. അതെ, ഇനി ഒരു കാര്യം. പക്ഷെ അരുൺ സാറേ വേണമെങ്കിൽ സ്മൃതിമേടം, ഞാൻ നേരത്തെ പറഞ്ഞു 90 മാറ്റാൻ അവസരമുണ്ട്. മൈജി വേണേ ഒരു ഫോൺ തരും. അത് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാം. എനിക്കല്ലല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത നിമിഷം മുതൽ ഇനി ഏകദേശം എത്ര അവശേഷിക്കുന്നത്? 36 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 36 മിനിറ്റ് അവശേഷിക്കുന്നതോടുകൂടി കൗണ്ടിംഗ് പ്രോസസ് ആരംഭിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം. നോ പൊക്കേടി, നോ തൂക്കേടി. 8 മണിയാകുമ്പോ 1-2 എന്നൊക്കെ കണ്ട കള്ളത്തരാണെന്ന് 100%. 8:15 ഏതെങ്കിലും മാധ്യമങ്ങളുടെ ടാലി ഷീറ്റിൽ ഇതാ 15 വോട്ടിന് മുന്നിൽ എന്നൊക്കെ പറഞ്ഞാൽ പച്ച കള്ളമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുള്ളൂ. 8:30 ആവാതെ ടാലി അനങ്ങൂല. ടാലി അനങ്ങാൻ പറ്റൂല. ഇലക്ഷൻ കമ്മീഷൻ ഇടുന്ന വോട്ട് മാത്രമേ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കത്തുള്ളൂ. ബാക്കി ആരെങ്കിലും ഇടുന്ന കണക്കിന് നമ്മൾ ഉത്തരവാദികളില്ല. കൃത്യമായ കണക്കേ പ്രേക്ഷകർക്ക് കിട്ടൂ. ഒരിക്കൽ കൂടി പറയുന്നു, നോ പൊക്കേടി, നോ തൂക്കേടി ഹിയർ. ഓൺലി റിയൽ ഫാക്ട്, ഓൺലി റിയൽ നമ്പേഴ്സ്. കൃത്യമായ കണക്കുകൾ മാത്രമാണ് പ്രേക്ഷകർ വരിക. ഇനി കണക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ മത്സരത്തിൽ പങ്കാളികളാകാൻ അവസരമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇക്കുറി ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. എത്ര സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. ആരാകും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പ്രവചിക്കാം. അപ്പോൾ കൃത്യമായ കണക്കാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ ഈ 2 ചോദ്യത്തിന് ഏത് മുന്നണി എത്ര സീറ്റോട് കൂടി അധികാരത്തിൽ വരും, നമ്പർ 1, നമ്പർ 2, ആരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി, ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഐഫോൺ സമ്മാനമായി. 3 ഐഫോൺ. ഇന്നലെ മൈജി ഷാജി ഒരാൾക്ക് 3 അത് മാത്രല്ല, ഏകദേശം 6 ലക്ഷം ആൾക്കാർ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഇവിടെ കിട്ടി 76, ഒന്ന് 75 മുകളിൽ എന്നല്ല പറഞ്ഞു. 75 നമുക്ക് തരില്ല എന്ന് മൈജി ഷാജി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാണോ? നാട്ടുകാർക്കേ കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കുടുംബക്കാരുടെ സുഹൃത്തുക്കൾക്ക് പറയും 76 പെട്ടെന്ന് കുറിച്ചോ. അപ്പൊ 76 അതാണ് എന്റെ നമ്പറാണ് കേട്ടോ. ഇനി വീട്ടിൽ പറഞ്ഞോ 75 വരെ. അങ്ങനെ പറ്റൂല, ഒറ്റ നമ്പർ പറയണം. എന്നാ ഒരു 74 അതാണ് പിയാസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിയാസിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ 74 അടിച്ചോളൂ, ഒരു ഐഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 90 സ്മൃതി പറഞ്ഞിരിക്കുന്നത്, അതൊരു സൂചനയാണ്. അപ്പൊ കൃത്യമായി ആരാണ്, ഏത് മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത്, എത്ര സീറ്റോട് കൂടി എന്നത് പ്രവചിക്കുക.
ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. അല്ല, പക്ഷേ ഒരു ഇലക്ഷൻ ഡേ അല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രൊഡിക്ഷൻ നടത്തിയ ഒരു ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളും അതിന്റെ ഭാഗമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുമല്ലോ. Yes. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഒരു കാര്യം കൂടി മധു, ഇതിനകത്ത് ഏതായിരിക്കും അതൊരു മാവില്ല. ഇതിനകത്ത് എനിക്കാണ് എക്സൈറ്റ്മെന്റ്, മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ടെൻഷൻ, എനിക്ക് എക്സൈറ്റ്മെന്റ്. ഒരാൾ experiment. അതെ, ടെൻഷൻ ഒന്നുമില്ല. അതെ. അല്ല, പ്രഡിക്ട് ചെയ്തിരിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. എനിക്കാണ് എക്സൈറ്റ്മെന്റ്, ഞാനിത് ഇങ്ങനെ കാണുകയാണ് പ്രേക്ഷകരെ പോലെ. ഒരു കാര്യം കൂടി പറയട്ടെ. കേസൊന്നുമല്ലല്ലോ, നമ്മൾ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണക്ക് അത്രേ അയ്യോ, തലയുടെ കാര്യത്തിൽ ചെറിയ കണക്ക് ടെൻഷൻ പറയാം. മധു, മധു, ഈ രണ്ട് ചോദ്യത്തിലെ അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് അല്ല വരട്ടെ. മധു, ഈ രണ്ട് ചോദ്യത്തിലെ ഏത് ചോദ്യമാണ് ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യം? ഏത് മുന്നണി എത്ര സീറ്റോട് കൂടി അധികാരത്തിൽ വരും എന്നുള്ളതാണോ ടഫായിട്ടുള്ള ചോദ്യം? ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണോ യു.ഡി.എഫ്? അതെന്താണെന്നറിയാമോ, നമ്മളൊരു മുന്നണിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്താൽ പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ. പ്രശ്നമുണ്ടല്ലോ. മുന്നണിയുടെ കാര്യത്തിൽ യു.ഡി.എഫ് ആണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ചോദ്യം.